ഞാൻ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പം ഈ ഞാനൊരു ഫംഗ്ഷന് പോയതാണ്, അവിടെ ഒരു അവാർഡ്. അപ്പോൾ അത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വെളിയിറങ്ങി വരുമ്പോൾ റോഡിൽ വണ്ടി ഉണ്ടോ നോക്കുന്നുണ്ട്, അത് CCTV കാണാം. എന്നിട്ട് ഞാൻ അപ്പുറത്ത് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വണ്ടി വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ഒരു സെക്കൻഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്പാഞ്ഞ് വന്ന ബൈക്ക് ഇതിനെ ഇടിച്ച് പൊളിച്ച് പോണ ദൃശ്യം നിങ്ങൾ കണ്ടിരിക്കും. ഹോണടിച്ച് കയറി അടുത്തെത്താറായപ്പോൾ ഈ കാറ് പെട്ടെന്ന് നമ്മളെ ഇടിച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള പയ്യൻ ദൂരെ തെറിച്ച് വീഴാം. ഇടിച്ചിട്ട് ഈ കാറ് കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി കൊണ്ടുപോയി. ഈ കാറുകാരനാണെങ്കിൽ ആ ബൈക്കിനെ കുറച്ചു ദൂരം ഒന്ന് നിരക്കിയായിരുന്നു. ഞാൻ തെറിച്ച് കുറച്ച് ദൂരത്തോട്ടാണ് പോയി വീണത്. അപ്പോൾ തന്നെ എന്റെ കൂട്ടുകാരന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കുറച്ച് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ എണീറ്റായിരുന്നു. ജാക്കിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നിയമത്തിന്റെ പഴുതുകൾക്കിടയിലൂടെ വഴുതി മാറാൻ അതിബുദ്ധിമാനായ ഒരു തിരക്കഥാകൃത്തിന്റെ തന്ത്രവുമായി നടൻ മണിയമ്പിള്ള രാജു നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ കുറേ സമയങ്ങളായിട്ട് സോഷ്യൽ മീഡിയ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിന് മുന്നിൽ വെച്ചിട്ട് 2 യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അവർ വന്നിടിച്ചതും അങ്ങനെയാണ്. അത് ആരുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്നുള്ളതല്ല. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മണിയമ്പിള്ള രാജു നിർത്താതെ പോയതിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ആ വിഷ്വലൊന്ന് കാണാം. അപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെയാണ് വിഷ്വല്. അതായത് ആള് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെയാണ് കാറ് ഫ്രണ്ടിലോട്ട് എടുത്തത്. വാഗ്വാദത്തിന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇപ്പം മെയിൻ റോഡിലോട്ട് വണ്ടി കയറുമ്പോൾ എല്ലാ വണ്ടികളും കടത്തി വിട്ടതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്ന്. അത് പഴയ നിയമത്തിൽ അങ്ങനെയൊക്കെ എഴുതി വെക്കാം. എന്ന് വെച്ചാൽ അന്ന് വണ്ടികൾ കുറവാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വണ്ടികൾ ഒരുപാട് കൂടുതലാണ്. അപ്പം എല്ലാ വണ്ടിയും കടന്നു പോയതിന് ശേഷം വണ്ടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എടുക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആ ഗ്യാപ്പിനനുസരിച്ച് കയറി വരണം. ഇപ്പോൾ ഇവിടെ വളരെ വിഷ്വലി കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അയാളുടെ ഭാഗത്ത്, മണിയമ്പിള്ള രാജുവിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് ബ്രേക്ക് പോലും പിടിക്കാൻ പറ്റാത്ത അത്ര സ്പീഡിൽ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാറ് നടു റോട്ടിൽ നിൽക്കുന്നുണ്ട്, എന്നിട്ടും അവർ ആ സ്പീഡ് കുറച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിർത്താതെ പോയി. അതൊരു വലിയൊരു സംഭവമാണ്. അതെന്തുകൊണ്ടാണ് നിർത്താതെ പോയത്? ആള് പറയുന്നത് പാനിക്കായി എന്നുള്ളതാണ്. ആൾക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പം ഈ ഞാനൊരു ഫംഗ്ഷന് പോയതാണ്, അവിടെ ഒരു അവാർഡ്. അപ്പോൾ അത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വെളിയിറങ്ങി വരുമ്പോൾ റോഡിൽ വണ്ടി ഉണ്ടോ നോക്കുന്നുണ്ട്, അത് CCTV കാണാം. എന്നിട്ട് ഞാൻ അപ്പുറത്ത് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വണ്ടി വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ഒരു സെക്കൻഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്പാഞ്ഞ് വന്ന ബൈക്ക് ഇതിനെ ഇടിച്ച് പൊളിച്ച് പോണ ദൃശ്യം നിങ്ങൾ കണ്ടിരിക്കും. പക്ഷേ അവർ പലരും ഇന്റർവ്യൂ കൊടുത്തത് ഞാൻ ബാക്കിൽ കൊണ്ട് ഇടിച്ചെന്നൊക്കെ സംഭവം. ഞാൻ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ റോഡ് ശൂന്യമാണ്. CCTV ഉള്ളത് ഒരു അനുഗ്രഹമാണ് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ. ഇപ്പോൾ നിർത്താതെ പോയതിന് പല കാരണങ്ങളും ഉണ്ടാവും. അപ്പം മുമ്പ് കള്ളുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു. അതായത് തട്ടിമുട്ടിയിലും ഉപ്പുമലയിലത്തെ അഭിനയിച്ചിട്ടുള്ള ഒരു താരം സിദ്ധാർത്ഥ് പ്രഭു. അതന്ന് വലിയൊരു വിഷയമായിട്ടുണ്ടായിരുന്നു. അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കല്ല് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേബിൾ അല്ലായിരുന്നു. അപ്പം നാട്ടുകാരുടെ അടുത്ത് പഞ്ഞി കിട്ടും, നല്ലോണം മേഞ്ഞിട്ടുണ്ട്, റോഡിലൊക്കെ ഇട്ട് ഉരുട്ടിയിട്ടുണ്ടായിരുന്നു ആളെന്നെ. അപ്പോൾ ആള് വേറൊരു റോഡ് ഷോയൊക്കെ ആൾ അതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതൊക്കെ മനസ്സിലുണ്ടായിരുന്നുണ്ടാവും. ഇനിയിപ്പോൾ ആൾക്കാർ ഏത് രീതിയിൽ എന്നെ അറ്റാക്ക് ചെയ്യുമെന്നുള്ളൊരു പേടി, ഭയം, അതൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും ആൾക്ക്. പിന്നെ ജിഷിൻ പറഞ്ഞത് എന്താണെന്ന് ഇപ്പം നാട്ടുകാരെടുത്തിട്ട് പഞ്ഞിക്കിട്ടതിൻ്റെ കാരണം കള്ളുപിടിച്ചു എന്നല്ല ആൾ പറഞ്ഞത്. അവൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആൾക്കാർ ഇവനെടുത്ത് പഞ്ഞിക്കിട്ടെന്നാണ് അന്ന് ജിഷിൻ പറഞ്ഞത്. ഈ താരങ്ങൾക്കൊക്കെ ഒരു ചെറിയ തെറ്റിദ്ധാരണയും കാര്യങ്ങളുണ്ട്. അവർ ചെയ്യുന്ന തെറ്റിലല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഞാൻ സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് അവരെന്നെ കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ അവരെന്നെ പഞ്ഞിക്കിടും, അങ്ങനെയുള്ളൊരു ധാരണ ഇവരുടെ ഇടയിലുണ്ട്. അതന്ന് ജിഷിന് ഓപ്പണായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണോ പ്രബുദ്ധമായ കേരളം എന്നൊക്കെ ആളെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു പേടി ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങേര് കള്ളു കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊരു എന്തായാലും അത് മൂടി വെച്ചു. 11 മണിക്കൂറിന് ശേഷമാണ് ആൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പം രക്തം ടെസ്റ്റ് ചെയ്താൽ തന്നെ ഈ സംഭവം തെളിയാനും പോകുന്നില്ല. 11 മണിക്കൂർ കഴിഞ്ഞില്ലേ, ആകെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയേക്കാം. അതുകൊണ്ടാണല്ലോ മുമ്പോട്ട് ഇറങ്ങിയത്. എന്നിട്ട് മറ്റേ റോഡ് എത്തുന്നതിന് മുമ്പ് ഇത് എവിടുന്ന് പാഞ്ഞു വന്നതെന്ന് എനിക്കറിയില്ല. ഇടിച്ച് കയറുന്ന
ഞാൻ തെറ്റുകാരനല്ലെന്നുള്ളത് ഇപ്പം CCTV ദൈവാധീനം ഇതൊക്കെ ഒരു കണ്ടുപിടുത്തങ്ങളുള്ളതോ അല്ലെങ്കിൽ ഞാൻ തന്നെ തെറ്റുകാരനാണ്. അത് ഓക്കെ, ആളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ആൾ പറയുന്നു. നമുക്ക് വിഷ്വലി കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നിർത്താതെ പോയത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാരണമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇപ്പം ചിക്കൻ കുനിയെ വിളിച്ച് തളം നീക്കുന്നു. ഞാൻ കൈയും കാലം വിറച്ചു. എനിക്ക് ഭയം, ഒരുപാട് കാര്യങ്ങളിൽ ഭയമുള്ളതാണ്. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ ക്ലബ്ബിലെ ആർക്കെ സന്തോഷം എന്നെ വിളിച്ചത് എൻ്റെ വണ്ടി തട്ടിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇറങ്ങാൻ പേടിയൊന്നും നിങ്ങളൊന്നും വേണം. അവർ ഓടി വന്ന് അപ്പോൾ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. രാത്രി സ്റ്റേഷനിൽ എനിക്ക് വരാൻ പറ്റില്ല സാർ, വയ്യ, വീട്ടിലാരുമില്ല. അല്ല, രാജ്യത്ത് തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് ചെയ്ത്. എനിക്ക് അത് ഭയങ്കര തെറ്റല്ലേ. ഞാൻ വിളിച്ചു പറഞ്ഞു. ഇപ്പം രാവിലെ വിളിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആളുള്ള ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആളുടെ ഫ്രണ്ട് ഓടി വന്നു, എടുത്ത് ആംബുലൻസിനെ അറേഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ ന്യൂസിൽ ഇയാൾ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യത്തെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കൂടി വന്ന നാട്ടുകാരാണ് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് പറഞ്ഞത്. തലേ ദിവസം രാത്രി നടന്ന ഒരു ആക്സിഡൻറ്റ് കേസിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്. അവിടെയാണ് നമുക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നത്. തലേ ദിവസം രാത്രി നടന്നിട്ടുള്ള സംഭവം ആൾക്ക് പാനിക്കായി. ഓക്കെ, ആള് വേറെ ആൾക്കാരെ വിളിച്ച് അറേഞ്ച് ചെയ്ത് ഇപ്പോൾ ആംബുലൻസ് വിളിച്ച് പിള്ളേരെ കൊണ്ടുപോയി, അതുവരെ ഓക്കെ, പെർഫെക്റ്റ്. അതിന് ശേഷം ഇയാൾക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവായിരുന്നു. പാനിക്കാവേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാവാം, അപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമല്ലോ. അതല്ലേ മര്യാദയുണ്ടായിരുന്നത്, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്തത് എന്താണ്, പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഹാജരാവാമെന്ന് പറഞ്ഞു. അപ്പം തലേ ദിവസം ഇയാൾക്ക് ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഇയാൾക്കൊരു കുഴപ്പമില്ല, ചിക്കൻ കുനിയില്ല, ഒന്നുമില്ല. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും രണ്ട് ജീവനാണ്. ഞാൻ മൂലം അവർക്ക് എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ആളുടെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം പോയി ചെയ്യേണ്ടത് എന്താണ്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം ഞാൻ ഇന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, സോ എനിക്ക് അവിടെ നിർത്താൻ പറ്റിയില്ല, എനിക്ക് ഭയമുണ്ട്, ഉള്ളിൽ പാനിക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്താതെ പോന്നു, പകരം ഞാൻ വേറെ ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പറയാം. അതാണ് ഒരു മര്യാദ വേണ്ടിയിരുന്നത്. പക്ഷെ ഇയാൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസത്തെ ബ്ലഡ് ടെസ്റ്റ് എടുത്താൽ അതിൽ തെളിയില്ല. അപ്പം അതൊരു ഒളിപ്പിച്ചു വെക്കലാണോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വരും. ഞാൻ പറയുന്നതല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ഡൗട്ട് വരും. അപ്പോൾ ആ ഡൗട്ടിനുള്ള ഇട കൊടുത്തത് ഇങ്ങേര് തന്നെയാണ്. ഇങ്ങേര് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് സംസാരിച്ചിരുന്നെങ്കിൽ ആ സംഭവം അത് ക്ലിയറായി പോയേനെ. ആൾക്ക് അവിടെ ഒരു ഇമേജും കറക്റ്റായിട്ട് കിട്ടിയാനേ. ഡ്രിങ്ക്സ് അത് നോക്കണമല്ലോ, അത് നോക്കി അവർ വണ്ടി എടുത്തോട്ട് പോയി. പിന്നെ RTO വന്ന് ചെക്ക് ചെയ്ത് എന്താണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവരത് ഉണ്ടാക്കണം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കുറേ ഇതുണ്ട്, പിന്നെ ഈ പറഞ്ഞ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റും. അവരപ്പോഴും ഇത് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഇപ്പോൾ അത് കണ്ടപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി ഇത് സംഭവം. പാവം ആ കുട്ടികൾ വേഗം രക്ഷപ്പെടട്ടെ, പാവം ചെറുപ്പക്കാരല്ലേ, ചെറിയ ഒടുവാണെങ്കിൽ അവരുടെ ജോലി കുറച്ച് ദിവസം മുടങ്ങില്ല. നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടല്ലോ, അവർക്കും കിട്ടും എനിക്കും കിട്ടും. എൻ്റെ വണ്ടിക്ക് എന്തായാലും 7 ലക്ഷം രൂപയാവും, ഫ്രണ്ട് മുഴുവൻ പൈസ സംഭവം. ഈ ബൈക്കിന് കുറച്ച് പൈസ ആകത്തുള്ളായിരിക്കും. അവരും എനിക്ക് എന്താണ് ജോലിയുള്ളവരാണോ, ഏതോ ഒരാളൊന്ന് വണ്ടി ഇടിച്ച് അവർ ആംബുലൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവരായിട്ട് എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും? ഒരാൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണ്, ഞാൻ പോയി കാണും. ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചു, അവരെ ഇപ്പോൾ വന്നാൽ കാണാൻ പറ്റില്ല സാർ. ഞാൻ പറഞ്ഞു അങ്ങനെ അവർ ബുദ്ധിമുട്ടിക്കാണ്, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. അവരെന്നെ ബുദ്ധിമുട്ടിക്കേണ്ട, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാന്ന്. അത് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു പാനിക്കുള്ള ഒരാളാണെങ്കിൽ ആൾക്ക് ഹോസ്പിറ്റലിൽ പോയി കണ്ട് അത് ക്ലിയർ ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ നല്ലത്. ഓക്കെ, എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചത് 11 മണിക്കൂർ പിന്നിട്ടപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങി എന്നുള്ളതാണ്. ഈ 11 മണിക്കൂർ ഒളിച്ചിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്താൻ കഴിയുന്ന ആ 8 മണിക്കൂർ, ആ നിർണായക സമയം ഒളിവിലിരുന്ന് തള്ളി നീക്കിയ താരത്തിന് അതിബുദ്ധിമാന്റെ ഉപദേശമുണ്ടായിരുന്നു എന്നാണ് സൂചന നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അതായത് ഇതോടെ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കുറ്റം ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാതെ പോലീസ് അവിടെ കുഴഞ്ഞു, വെട്ടിലായി. ഓക്കെ, ആദ്യം പറഞ്ഞ കാര്യമല്ല രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. താരത്തിൻ്റെ പുതിയ പ്രതികരണത്തിൽ വന്നത് തനിക്ക് ചിക്കൻ കുനിയാണെന്നും അതുകൊണ്ടാണ് രാത്രി സ്റ്റേഷനിൽ വരാതിരുന്നതെന്നുമാണ് മൊഴി വന്നത്. ഇപ്പം എന്നാൽ ചിക്കൻ കുനിയെ ബാധിച്ച അവശനായ ഒരാൾ രാത്രി ട്രിവാൻഡ്രം ക്ലബിലെ പൊതുപരിപാടിയിൽ സംബന്ധിക്കാൻ പോയത് എങ്ങനെ? ഈ പരിക്കേറ്റ നിവേദിനെയും സൂരജിനെയും രക്തം വാർന്ന നിലയിൽ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ശേഷം സുഹൃത്തിനെ വിളിച്ചു എന്ന് പറയുന്നത് കൊലപാതക ശ്രമത്തിന് തുല്യമായ കുറ്റമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
ചിക്കൻ ഗുനിയ പടരുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ളവർ പൊതുസ്ഥലത്ത് വരാൻ പാടില്ല. ഇത് തെറ്റിച്ചതും നിയമപരമായ കുറ്റമാണ്. അതായത് രാത്രി താരത്തിൻ്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെ ഇല്ലെന്നാണ് മറുപടി ലഭിച്ചത്. എന്നാൽ രാജു വീട്ടിലുണ്ടായിരുന്നിട്ടും മ്യൂസിയം പോലീസ് പിടികൂടിയില്ലെന്ന് പോലീസുകാർ ഒത്തുകളിച്ചു എന്നുള്ള ഒരു പ്ലേ ആണ് അവിടെ വന്നത്. കൃത്യം 11 മണിക്കൂർ കഴിഞ്ഞ് മദ്യത്തിൻ്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് താരം സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ സ്വകാര്യ പരിശോധന നടത്തി മദ്യമില്ലെന്ന് ഉറപ്പുവരുത്തിയതായും അങ്ങനെയും ഒരു സംശയമുണ്ട്. പരിക്കേറ്റവരുടെ നട്ടെല്ലും കാലും തകർന്ന അപകടത്തിൽ കേവലം അപകടകരമായി വാഹനമോടിച്ച് എന്ന വകുപ്പ് മാത്രം ചുമത്തി കേസ് ഒതുക്കി തീർക്കാനാണ് പോലീസ് ഇപ്പോൾ നടത്തുന്ന നീക്കം. ഇപ്പോൾ ഇയാൾ ഒരു സെലിബ്രിറ്റിയാണ്. ഇപ്പോൾ ഇയാൾക്ക് പകരം ഒരു സാധാരണക്കാരനാണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഈ സാധാരണക്കാരനാണെങ്കിൽ അപ്പം തന്നെ അകത്താകുന്ന ഒരു കേസാണിത്. പണവും സ്വാധീനവുമുള്ള താരം നിയമത്തെ വെല്ലുവിളിച്ച് ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുക. പോലീസിനും ഇത് നിയമത്തിലും നാണക്കേടാണ്. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയന്നു പോയി. ഓക്കെ, അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്തുകൊണ്ട് കീഴടങ്ങില്ല? ഈ 11 മണിക്കൂർ എന്തിന് പിടിച്ചു വെക്കണം? ബൈക്ക് എൻ്റെ വണ്ടിയിൽ വന്നിടിക്കുകയായിരുന്നു. അത് CCTVയിൽ കാണാം. പിന്നെ പോലീസിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയമ്പിള്ള രാജുവിനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അവരും തടി തപ്പുന്നുണ്ട്. പിന്നീട് ഇന്ന് രാവിലെ ഹാജരാകാമെന്ന് അദ്ദേഹം അറിയിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ രാവിലെ ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഞാൻ നിർത്താണ്ട് പോയിട്ട് പോലീസുകാരനെ വിളിച്ച് പറയണം ഞാൻ നാളെ രാവിലെ ഹാജരായിക്കോളാം. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വെറുതെ വിടും? ഇപ്പോൾ അവിടെ തെളിയിക്കേണ്ട ഒരു സംഭവമല്ലേ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് തെളിവാണ്, കോടതിക്ക് വേണ്ടത് തെളിവും സാക്ഷിമൊഴികളാണ്. അപ്പം തെളിവ് അവിടെ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുന്നത് പോലീസാണെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ഇനി ചിക്കൻ ഗുനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ക്ലബ്ബിൽ വന്നിട്ടുള്ള സകല ആൾക്കാർക്കും ഇനി ചിക്കൻ ഗുനിയ വരുമോ? അപ്പോൾ ആ ഒരു ഭയം ഇപ്പോൾ ആൾ പടർത്തിയിരിക്കുകയാണ്. ചിക്കൻ ഗുനിയ വന്ന ആൾക്കാർ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് വെച്ചിട്ട് പിന്നെ സമ്പർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയാണ് നല്ലത്. ഇനി ഇതിൽ ഈ ഇടിച്ച ആൾക്കാർക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഒരു കൂട്ടാനും കൂടെ എൻ്റെ അസൈൻമെന്റ് വാങ്ങാൻ പോയിരുന്നു വഴയില്. അപ്പം ആ പെണ്ണ് അവിടെ PG ഇല്ലായിരുന്നു. PG ഇല്ലാത്ത സമയത്ത് നമ്മൾ തിരിച്ചു നമ്മള് കവടിയായിരുന്നു, വഴുതക്കാട് വഴിയാണ് വന്നത്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഒരു കാറ് ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ആദ്യമേ ഹോൺ അടിച്ച് കയറി അടുത്തെത്താറായപ്പോ ഈ കാറ് പെട്ടെന്ന് നമ്മളെ ഇടിച്ച് ഞാനും എൻ്റെ കൂടെയുള്ള പയ്യനും ദൂരെ തെറിച്ച് വീഴാം. ഇടിച്ചിട്ട് ഈ കാർ കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി കൊണ്ടുപോയി. എന്നിട്ട് ഒറ്റ പോക്ക് പോയി ആ ബൈക്ക്. നമ്മള് കുറച്ചു നേരം റോഡിൽ കിടന്നു. അപ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ കൂടി വന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട് വിജയവും കൂടെ അസൈൻമെന്റ് വാങ്ങാൻ പോയിട്ട് തിരിച്ച് കവടിയാർ വഴി വരെയായിരുന്നു. അപ്പോഴത്തേക്കും ട്രിവാൻഡ്രം ക്ലബിന്റെ അവിടെ ഒരു കാർ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ കാർ നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് എന്നെ ഹോൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാർ നിർത്തി നമ്മൾ അടുത്തെത്തിയപ്പോൾ കയറി പോകാൻ പറ്റുമെന്ന് വിചാരിച്ച് അടുത്തെത്തിയപ്പം ഈ കാർ പെട്ടെന്ന് ഇടിച്ചിട്ട് നമ്മൾ തറയിൽ. അപ്പൊ ഇടിയിൽ എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്ത് തന്നെ വീണു. ഈ കാറുകാരനാണെങ്കിൽ ആ ബൈക്കിനെ കുറച്ചു ദൂരം ഒന്ന് നിരക്കിയായിരുന്നു. ഞാൻ തെറിച്ച് കുറച്ച് ദൂരത്തോട്ടാണ് പോയി വീണു. അപ്പോൾ തന്നെ എന്റെ കൂട്ടുകാരന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കുറച്ച് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഈ കാറ് നിർത്താതെ എടുത്തങ്ങ് പോയി. അത് കഴിഞ്ഞ് ഒരു 5 സെക്കൻഡ് റോഡിൽ കിടന്നപ്പോഴത്തേക്കും അവിടെ ആളുകൾ കൂടി ഉടനെ തന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേട്ടനൊക്കെ കൂടെ വന്ന് അവിടുന്ന് പിന്നീട് വ്യക്തിയിലോട്ട് മാറ്റിയാണ്. കാറ് ഓൾറെഡി എന്താ പറയുക റോഡിൻ്റെ 3/4 ഭാഗത്തോളം എത്തി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോവുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത് അപകടങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതാണ്. വണ്ടി ഓടിക്കുന്നുണ്ടോ അപകടം ഉണ്ടാവും. അത് സർവ്വസാധാരണമാണ്. അത്രയും മാത്രം വാഹനങ്ങളാണ് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും വാഹനങ്ങളുടെ എണ്ണം പെരുകി വരികയാണ്. അതിനനുസരിച്ച് റോഡിന് വീതി കൂടുന്നൊന്നുമില്ല. വീതിയൊക്കെ സാധാരണ വീതിയും സാധാരണ റൂൾ നിയമങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് വാഹനങ്ങളുടെ എണ്ണത്തിൽ ഭയങ്കരമായിട്ടുള്ള പെരുപ്പം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയന്നോടുന്നത് പരിഹാരമല്ല. പരിക്കേറ്റവർക്ക് തുണയാകേണ്ടവരെ സമയം നഷ്ടപ്പെടുത്താതെ അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. അതായത് നിയമത്തേക്കാൾ
വിലപ്പെട്ടതാണ് ഒരു മനുഷ്യജീവൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.